റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയേട്ടൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേര് മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 2002-ലോ 2003-ലോ ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട്. ഹണിയുടെ അച്ഛനും അമ്മയും ഹണിയും കൂടി ഇന്ന് മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴുണ്ടെന്ന് തോന്നുന്നത് ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയേട്ടൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, മണിക്കുട്ടനെ ഹീറോ ആക്കാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നത്. അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേര് മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി അത് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമ ചെയ്താൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം, സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത്, അല്ലേ? ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവാജികള കല്യാണ സൗകര്യം, അനുരാഗപ്രകാരം, അങ്ങനെയുള്ള പടം ചെയ്ത്, ഹൊറർ പടം എന്നൊക്കെ ആകാശകന്യ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തെന്ന് പറയുന്നതാണ് മനസ്സിലേറ്റവും. അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സോ ഹണി റോസിന് തിരിച്ചുണ്ടെങ്കിൽ മറുപടി സാറിനോട് പറയാനായിട്ടുണ്ടോ ഈ ഒരു മൊമെന്റിൽ? സാറിനോട് എപ്പോഴും ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി ഞാൻ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഭയങ്കര ഫോർമൽ ആവുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അങ്ങനെ സാർ സ്റ്റേജിൽ തന്നെ